റഅദിലെ വഫിൽ അർളി കിതഉം മുതജാബിറാത്തും വജന്നാത്തും മിൻ അഅനാബിൻ വസറുഉം വനഖീലും സിൻവാനും വഗൈറു സിൻവാനിൻ യുസ്ഖാ ബിമാഇൻ വാഹിദിൻ വനുഫള്ളിലു ബഅലഹാ അലാ ബഅലിൻ എന്നൊക്കെ തുടങ്ങുന്ന ആയത്ത്. അപ്പൊ എല്ലാ ഭൂമിയും ഒരേ രൂപത്തിൽ അല്ല എന്ന് ഈ ആയത്ത് വനുഫള്ളിലു ബഅലഹാ അലാ ബഅലിൻ, ആ ഭൂമിയിൽ നിന്ന് ചിലതിനെ ചിലതിന്റെ മേലിൽ നമ്മൾ തഫ്ളീലാക്കും, അത് നമ്മൾ സ്ഥാനം നൽകും എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സൂറത്തുൽ റഅദിലെ ഒരു ആയത്ത്, 4-ാമത്തെ ആയത്താണിത്. ഞാനൊരു ഫിഖ്ഹിയായ മസ്അലയിലേക്ക് ഈ വിഷയത്തിൽ, അപ്പോ ഒരു ഭൂമിയുടെ കിടപ്പറിയാൻ ഒരു ഹൈന്ദവ സുഹൃത്തിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലേ, അതൊരു ചർച്ചയാണല്ലോ. ഒരു ഭൂമി, നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോവുകയാണ്, വീട് വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഭൂമി ചിലപ്പം മണ്ണ് ഉറപ്പില്ലാത്ത ഭൂമിയാണെങ്കിൽ അതിനും ശാസ്ത്രീയമായിട്ട് എന്തുണ്ട്, ഒരു ഭൂമി ഉറപ്പുള്ളതാണോ ഉറപ്പില്ലാത്തതാണോ എന്നറിയാൻ ശാസ്ത്രീയമായി, അതൊരു ഇസ്ലാമികമായ വിഷയമല്ല, ശാസ്ത്രീയമായി അതിനെ തെളിയിക്കേണ്ട രൂപം പറയുന്നത് നല്ലൊരു കുഴി കുത്തുക, കരച്ചൊരു കുഴി, ഒരു മുഴം ആഴും വീതിയും ഒക്കെയുള്ളൊരു കുഴി, എന്നിട്ട് അതിൽ നിന്ന് മണ്ണ് എടുക്കുക. ആ എടുത്ത മണ്ണ് ആ കുഴിയിൽ തന്നെ ഇട്ട് തൂർക്കുക. എന്നിട്ട് ആ മണ്ണ് ബാക്കി വരുന്നുണ്ടോ, ഈ എടുത്ത മണ്ണ് ആ കുഴിയിലിട്ട് തൂർത്താൽ ആ കുഴി തൂർന്നതിനു ശേഷം മണ്ണ് ബാക്കി വരുന്നുണ്ടോ ഇല്ലേ, ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പുള്ള ഭൂമിയാണ്, തികയുന്നില്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഭൂമിയാണ്. അതായത് ഇതൊരു ശാസ്ത്രീയ ഭാഷ, അത് കിതാബുകളിൽ നോക്കിയാൽ കിട്ടുന്നൊരു വിഷയമായിക്കോളണമെന്നില്ല. അപ്പൊ അങ്ങനെ ഭൂമിയുടെ റഹ്വത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മൃദുലമായ അവസ്ഥ, സ്വൽബത്ത് അതിന്റെ ഉറച്ച അവസ്ഥ. കാരണം ഈ ആയത്ത് വിശദീകരിച്ച് ഏത് മഹാനായ ബൈലാവി ഇമാമിനെ പോലത്തെ ഇമാമിങ്ങൾ ബഅ്ലുഹാ തയ്യിബത്തുൻ വ ബഅ്ലുഹാ സബിഹത്തുൻ വ ബഅ്ലുഹാ ലിഹ്വത്തുൻ വ ബഅ്ലുഹാ സലിബത്തുൻ വ ബഅ്ലുഹാ തസ്ലഹു ലിസ്സർഇ ദൂന അശ്ശജരി വ ബഅ്ലുഹാ ബിൽ അക്സി, ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ബൈലാവി റളിയല്ലാഹു തആല വിശദീകരിക്കാൻ, ഭൂമി ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന ഭൂമികളിൽ തന്നെ ചില ഭൂമി നല്ലതാണ്, ചില ഭൂമി അവയിൽ എന്താണ് മോശമായതാണ്, ചിലത് നല്ല മൃദുലമായതാണ്, ചിലത് ഉറച്ചതാണ്, ചിലത് കൃഷി ചെയ്യാൻ പറ്റും, ചിലത് എന്തിനു പറ്റൂല, മരങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെടാൻ പറ്റൂല, ചിലത് മരങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെടാൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റൂല. ഇങ്ങനത്തൊക്കെ അവസ്ഥ ഭൂമികളിൽ ഉണ്ട് എന്ന് തിബിരി ബൈലാവി പോലത്തെ കിതാബുകൾ ഇത് ചർച്ച ചെയ്യുന്നത് കാണാം. ഇവിടെ നമുക്ക് ഇനി ഫിഖിലേക്കൊന്ന് മടങ്ങാം. അപ്പൊ ഒരു ഭൂമി ഉറപ്പുള്ളതാണോ ഉറപ്പുള്ളതല്ലേ എന്നെങ്ങനെ അറിയും? അതറിയുന്ന നല്ലൊരു ഭൂമിയെ സംബന്ധിച്ച് അറിയുന്ന ഒരു ഹൈന്ദവ സുഹൃത്തുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇത് നമുക്ക് ഫിഖിന്റെ കിതാബ് നോക്കിയാൽ ചിലപ്പം കിട്ടൂല. ഈ ഭൂമി ഉറപ്പുള്ളതാണോ ഉറപ്പുള്ളതല്ലേ, അത് ആയത്ത് നോക്കിയാൽ കിട്ടൂല, ഹദീസ് നോക്കിയാൽ കിട്ടൂല, ഫിഖിന്റെ കിതാബ് നോക്കിയാൽ കിട്ടൂല. നേരെ മറിച്ച് ഫിഖിന്റെ കിതാബിൽ പറയുന്ന ഒരു മസ്അലയുണ്ട്, കേൾക്കണെല്ലാവരും. എന്താ ഫിഖിന്റെ കിതാബിൽ പറയുന്ന ഒരു മസ്അല? ഒരു മയ്യത്ത് ഖബറടക്കി, അങ്ങനെ മറ്റൊരു മയ്യത്ത് ഖബറടക്കാൻ ഈ ഖബർ മാന്തേണ്ടതായിട്ട് വന്നു. ഫിഖിന്റെ മസ്അല ശ്രദ്ധിക്കണേ. ഒരു മയ്യത്ത് ഖബറടക്കി, നമ്മൾ പയങ്കബർ മാന്തി, അങ്ങനെ പറഞ്ഞപ്പോ സാധാരണക്കാർക്ക് എളുപ്പം തിരി, പയങ്കബർ മാന്തുക അല്ലെ, അങ്ങനെ ഇതുണ്ടല്ലോ. ചിലപ്പം കൂടുതൽ ആളുകൾ ഉള്ളതാണ്, ഖബർസ്ഥാനത്തിന്റെ വലിപ്പം കുറവാണ്, അപ്പൊ പഴയ ഖബർ മാന്തിയിട്ട് നമ്മൾ പുതിയ മയ്യത്ത് ഖബറടക്കും. ഇങ്ങനെ വരുമ്പോ ഈ മയ്യത്ത് പഴയ ഖബർ മാന്തേന്റെ കാലാവധി എത്രയാണ്? അത് ഫിഖിന്റെ കിതാബിൽ വ്യക്തമായി അതിന് കാലാവധി പറയുന്നില്ല. ആ ഭൂമിയെ സംബന്ധിച്ചു പരിജ്ഞാനമുള്ളവരോട് ചോദിച്ചു നോക്കാനാണ് ഫിഖിന്റെ കിതാബിൽ, സർവ്വ ഫിഖിന്റെ കിതാബിലും പറയുന്നത്. അപ്പൊ ഒരു പഴയ ഖബർ മാന്തി ഒരു പുതിയ മയ്യത്തയിൽ ഖബറടക്കുമ്പോൾ ഈ പഴയ ഖബറിലുള്ള ഈ ഖബറിലുള്ള പഴയ മയ്യത്ത്, പഴയ ഖബറല്ല, ഈ ഖബറിലുള്ള പഴയ മയ്യത്തും നുരുമ്പിപ്പയ്ക്കണോ ഇല്ലേ എന്ന് എങ്ങനെ അറിയും? അത് കിതാബ് നോക്കിയാൽ കിട്ടൂല,
ഫിഖിന്റെ കിതാബ് നോക്കിയാല് പന്റെ മഹല് നൂറാനിയ ജുമാഅത്ത് പള്ളിയാണ്. നൂറാനിയ ജുമാഅത്ത് പള്ളിയിൽ ഖബർ അതൊക്കെ മയ്യത്ത് ഖബർ അതൊക്കെ നുരുമ്പി പെയ്ക്കണോന്ന് ഫിഖിന്റെ കിതാബ് നോക്കിയാൽ കിട്ടൂല. അതേമാതിരിക്ക് തന്നെ വേറെ ഏതെങ്കിലും ജുമാഅത്ത് പള്ളിയിലെ ഖബർ എന്താണ് അവിടുത്തെ മയ്യത്ത് നുരുമ്പി പെയ്ക്കണോന്ന് കിതാബ് നോക്കിയാൽ കിട്ടൂല. അവരെ ഫിഖിന്റെ കിതാബിൽ പറഞ്ഞ മസ്അല എന്താ? ആ ഭൂമിയുമായി അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക. ഈ ഭൂമിയുടെ മണ്ണിന്റെ സ്ഥിതി കണ്ട് ശ്രദ്ധിക്കണം. ഈ ഭൂമിയിലെ മണ്ണിന്റെ സ്ഥിതി കണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരം വെച്ചാൽ എത്ര കാലം പിടിക്കും ഈ മയ്യത്ത് നശിക്കാൻ? എല്ലാവരും ശബ്ദം കേൾക്കണില്ലേ? ശബ്ദം ഓക്കല്ലേ? ശബ്ദം ഓക്കല്ലേ? യെസ്. അപ്പൊ ചില ഭൂമിയിൽ ചിലപ്പോ എന്തായിരിക്കും, അതൊരു 15 കൊല്ലം ആ ഭൂമിയുടെ, കാരണം ഖബർ മാന്തിയിട്ടല്ലത് ചെക്ക് ചെയ്യുന്നത്. ഖബർ മാന്തി നോക്കിയിട്ട് ഈ മയ്യത്ത് നശിക്കണോ ഇല്ലേന്നല്ല ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ തന്നെ വേറെ മസല ഉണ്ട്. നമ്മൾ ഈ മയ്യത്തൊക്കെ പറ്റ നുരുമ്പി പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചൊരു പഴയ ഖബർ മാന്തി വെക്കുമ്പോ അതിൽ എല്ലും കോലും കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ എല്ലും കോലും എന്ത് കാട്ടണം? അത് വേറെ ശാസ്ത്ര ഫിഖിന്റെ കിതാബിൽ നടക്കുന്നു. അത് അവിടെ ഇരിക്കട്ടെ. നമ്മള് മയ്യത്ത് പഴയ ഖബർ മാന്തിന വിഷയമല്ല, ഭൂമിയുടെ അവസ്ഥ അറിയുന്ന വിഷയത്തിൽ. അവിടെ ഈ ഭൂമിയെ പറ്റി അറിയുന്ന ഒരാളൊരു ഹൈന്ദവ സുഹൃത്താണെന്ന് വെക്കുക, വിളിക്കാൻ പാടില്ല എന്നില്ല. കാരണം ഈ ഭൂമി ഇത് ഉറപ്പുള്ള ഭൂമിയാണോ? ഈ ഭൂമിയിൽ ഒരു സാധനം വെച്ചാൽ എത്ര കാലം പിടിക്കും അത് പറ്റേ നുരുമ്പി നശിച്ചു പോവാൻ? അത് ചിലപ്പം ഭൂമിയെ സംബന്ധിച്ചു പഠിച്ച നല്ല നല്ല ശാസ്ത്രജ്ഞന്മാര്, നല്ല നല്ല ഓഫീസ്, ഈ കൃഷി വകുപ്പിലോ അങ്ങനെയൊക്കെ ഏതൊക്കെ വകുപ്പിലുള്ള ചില ആളുകൾ എന്താ ചിലപ്പോ ഹൈന്ദവരായിരിക്കും. അപ്പൊ അവര് വന്നിട്ട് ഈ ഭൂമിയിലെ മണ്ണ് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ ഭൂമിയിൽ ഒരു സാധനം വെച്ചാൽ ഏകദേശം ഇത്ര കൊല്ലം വേണ്ടി വരും നശിക്കാൻ. അപ്പൊ നോക്കുമ്പോ മയ്യത്ത് ഖബറടക്കിയിട്ടത് 7 കൊല്ലമായിട്ടുള്ളൂ. ഈ ഭൂമി പരിശോധിച്ച ആള് പറഞ്ഞു, ഇല്ല, ഒരു 15 കൊല്ലം കഴിയാതെ ഈ ഭൂമിയിലെ വസ്തു നശിക്കില്ല. എങ്കിൽ ആ ഖബർ അവിടെ മാന്താൻ പാടില്ല. ഈ പഴയ ഖബർ അവിടെ മാന്താൻ, ഈ പഴയ ഖബർ മാന്താൻ പാടില്ല എന്നാണ് അവിടെ ഫിഖിന്റെ മസല. അപ്പൊ ഒരു ഭൂമി നമ്മൾ വാങ്ങുമ്പോ, ഒരു ഭൂമി നമ്മൾ വീട് കയറ്റാൻ വേണ്ടി ഒരു ഭൂമി വാങ്ങുകയാണ്. അപ്പൊ ആ ഭൂമി ഉറപ്പുള്ള ഭൂമിയാണോ? കാരണം വീട് നിലനിൽക്കാല്ലതാ. നമ്മൾ 2 നില കയറ്റാൻ പോവുകയാണ്. 2 നിലയുള്ള വീടാണ് കയറ്റാൻ പോകുന്നത്. അപ്പൊ അതിന് അത്യാവശ്യം ഉറപ്പുള്ള ഒരു ഭൂമി ആയിരിക്കണം. അതിന് ഈ ഭൂമി ഉറപ്പുണ്ടോ? ഞാൻ ഈ ഭൂമി കച്ചവടാക്കി, ചിലപ്പോ മണ്ണ് മാന്തിയിട്ട് ആയല്ലാതെ താന്നു പോവാണ്. ചിലപ്പോ അങ്ങനെ എത്രയോ. എനിക്ക് എന്റെ അടുത്തൊരു സംഭവം ഉണ്ടായി. ഒരു ഭാഗം തറപ്പണി കഴിയാൻ 45 ലോഡ് കല്ല് വന്നു. 45 ലോഡ് കല്ലേ. 45 ലോഡ് കല്ല് വന്നാലും ഓന്റെ കുടുംബം തറവാടാവൂലേ? ഒരു സൈഡ് തറപ്പണി കഴിയാം. കാരണം ഭൂമി മാന്തിയിട്ട് അതിര് കിട്ടുന്നില്ല, ഉറപ്പുള്ള ഒരു സ്ഥലം കിട്ടണ്ടേ? അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ തറപ്പണി ഏകദേശം 2.5 അടിയൊക്കെയാണ് ഒരു കണക്ക്. പക്ഷെ തറപ്പണിയുടെ എന്താ, ഭൂമി ഏകദേശം ഉറപ്പ്. പിന്നെ എന്നിട്ടും ഉറപ്പ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ബിൽത്തിത, അത് അതിനേക്കാളും വലിയ ചെലവാ. അപ്പൊ ഒരു ഭൂമി വാങ്ങുമ്പോ ഞാനൊരു വീട് കയറ്റാൻ പോവുകയാണ്. അത് ഒരു 3 സെന്റാണ്. അപ്പൊ 2 നിലയുള്ള വീട് കയറ്റി അതിൽ ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ, മേലൊരു 3 റൂമും. അപ്പൊ 2 നില താങ്ങാൻ മാത്രം ഈ ഭൂമിയിലെ മണ്ണിനുറപ്പുണ്ടോ എന്ന് ചിന്തിക്കാൻ ചിലപ്പം ആ ഒരു ഭൂമിയുടെ വശം മനസ്സിലാക്കിയ, ഭൂമി ഉറപ്പുള്ളതാണോ, നേർമയായ ഭൂമിയാണോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഇനി അവിടെ ഒരു കാര്യം പറയാം. ഈ നമ്മളൊരു താമസിക്കുന്ന സമയത്ത് ചിലപ്പം ഒരു വീട്ടിൽ താമസിച്ച് കുതിരുന്ന അന്ന് രാത്രി ചിലവർ അറ്റാക്കായി മരിക്കും. ചിലവർ അറ്റാക്കായി മരിക്കും. സുബ്ഹാനല്ലാഹ്, സാധാരണക്കാരൻ പറയും, അല്ലോ എന്തു മുസീബത്താണാവോ ഈ വീട്ടില്. അതൊന്നുമല്ല. എന്താണെന്നറിയോ? ഭൂമിയുടെ അടിയിൽ കാന്തത്തിന്റെ പ്രസരിപ്പുണ്ട്. കാന്തത്തിന്റെ പ്രസരിപ്പ് ഭൂമിയുടെ മുകളിലേക്ക് വരുന്നുണ്ട്. അത് മലപ്പുറം ജില്ലയിൽ കുറച്ച് അധികമാണെന്ന് ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നു. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലാണ്ട്. പിന്നെ അതേമായി തന്നെ ഭൂചലനം കാരണം, ഭൂകമ്പം കാരണം, ഭൂകമ്പം കാരണം ഈ ഭൂമിയുടെ അടിയിൽ വിള്ളിച്ച സംഭവിക്കും. ചിലപ്പോ ഭൂമി കുലുക്കല്ലേ, അല്ലെ ഭൂകമ്പം, ഭൂചലനം. അത് കാരണം ഭൂമിയുടെ അടിയിൽ വിള്ളിച്ച സംഭവിക്കും. വിള്ളിച്ച സംഭവിക്കുമ്പോൾ ഈ കാന്തത്തിന്റെ പ്രസരിപ്പ് കൂടിപ്പോകും. ഈ കൂടിപ്പോയാൽ ചിലവർക്ക് ആ പ്രസരിപ്പ്, ആ പിളർപ്പുള്ള ഭാഗത്താണ് ഈ വീട് വന്നു എന്ന് വെക്കുക, വന്നു എന്ന് സങ്കല്പിക്കുക. അപ്പൊ ചിലപ്പം അവിടെ പോയി ഒരാൾ പുതുതായി അത് താമസം തുടങ്ങുമ്പോ അവന്റെ ശരീരത്തോട് അത് താങ്ങുന്നില്ല.
അവന്റെ ശരീരത്തോട് അത് താങ്ങാതിരിക്കുമ്പോ ചിലപ്പം ഇവനിക്ക് അറ്റാക്ക് വരെ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ ഇതിന്റെ ഒരു പതനാണ്. അപ്പൊ ഈ ഭൂമിയുടെ അടിയിൽ പിളർപ്പുണ്ടോ? ഭൂചലനം കാരണം ഈ ഭൂമിയിൽ അടിയിൽ പിളർപ്പുണ്ടോ? അത് ആർക്ക് പറയാൻ പറ്റും? ഡിവൈനർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനുണ്ട്. അവരാണ് ഭൂമി ഈ കൊയൽ കിണറിന് സ്ഥാനം കാണുന്ന വിഭാഗമാണ് അവർ. അതായത് ഇപ്പൊ നമ്മൾ ഒരിക്കൽ ചങ്ങലൊക്കെ ഉണ്ടാവും, ഒരേക്കൊരു പ്രത്യേക ചങ്ങലും ചെയിനൊക്കെ ഉണ്ടാവും. അതേ ചിങ്ങനെ നടക്കുമ്പോ ഇന്ന ഭാഗത്ത് കൂടെ കരു പോകുന്നുണ്ട്, ഇന്ന ഭാഗത്ത് രണ്ടു കരു ചേരുന്നുണ്ട്. ഇതൊക്കെ അവര് പഠിക്കുന്നൊരു വിഭാഗം, അതിന് ഡിവൈനർ എന്നാണ് പറയാ. ഈ വിഭാഗത്തെ കൊണ്ട് ചിലപ്പം ഈ ഭൂചലനം കാരണം, ഭൂകമ്പം കാരണം ഭൂമിയിൽ പിളർപ്പ് സംഭവിച്ചിട്ടുണ്ടോ, ഇവിടെ കാന്തത്തിന്റെ പ്രസരിപ്പ് അധികം ഭൂമിയുടെ മുകളിലേക്ക് വരുന്നുണ്ടോ എന്ന് പോലോത്തത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ നല്ല ഉറച്ച സ്ഥലമുണ്ട്, ഫലപുഷ്ടിയുള്ള സ്ഥലമുണ്ട്, ഒക്കെയുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഹൈന്ദവ സുഹൃത്തായിരിക്കും ആ മേഖല രതിക്ക് പതിച്ചിക്കുക. നല്ലൊരു ഹൈന്ദവ സുഹൃത്ത്, ശാസ്ത്രജ്ഞൻ, ആ ഭൂമിയുടെ കിടപ്പറിയുന്ന വ്യക്തി. അപ്പൊ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി, അതിനു വേണ്ടി അയാളെ വിളിച്ചു, അത് തെറ്റൊന്നല്ല. അത് നമുക്ക് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റും. കാരണം ഒരു വിഷയം അറിയുന്നവർ, ഇപ്പൊ നമ്മൾ ഈ ആശാരിമാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സാധാരണ അവര് പല ദൈവങ്ങളെയും പൂജിച്ച് ഒരു വീടിന് സ്ഥാനം കാണുക. ഇവരെ നമുക്ക് പ്രശ്നമുള്ളത്. ഇപ്പൊ നേരെ മറിച്ച് ഒരു വാതിലുണ്ടാക്കാൻ ആശാരിമാരെന്നെ വേണം. റസൂലുള്ളാന്റെ മിമ്പർ ഉണ്ടാക്കി കൊടുത്തൊരു ആശാരിയാണെന്ന് ബുഖാരി പോലത്തെ കിതാബിന്റെ ഹദീസിൽ കാണാം. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അത്തരം തൊഴിലറിയുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് കാണാം. ഇപ്പൊ നമ്മൾ പെര കയറ്റാണ്, വാതിലുണ്ടാക്കണം, ഓടിട്ട പെരേന്, അതിന്റെ കൈക്കോലുണ്ടാക്കാനും പറ്റി കടിക്കാനും ഓട് വളർത്താനും ആശാരിമാർക്ക് അറിയുള്ളൂ. അൽഹംദുലില്ലാഹ് ചില ഭാഗങ്ങളിലൊക്കെയും അത്തരം തൊഴിലുകൾ നമ്മുടെ ചില മുസ്ലിം സഹോദരന്മാർ പഠിക്കുന്നു എന്ന് കേൾക്കാനുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുമാണ്. ഇഹിയ പോലത്തെ കിതാബിലൊക്കെ ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഭൂമി, നമ്മളൊരു വീട് കയറ്റാൻ വേണ്ടി ഭൂമി വാങ്ങുമ്പോൾ ഇന്ന് മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നുമുണ്ട്. ഭൂമിയിൽ മൃദുലമായ ഭാഗമുള്ള സ്ഥലമുണ്ട്. സംഗതി എന്താണ്? ഈ 10 സെന്റ് ഇന്തലാണ്, ഈ 10 സെന്റ് ഓന്തലാണ്. പക്ഷെ അപ്പൊ ഈ 10 സെന്റ് ഉറപ്പില്ലാത്ത ഭൂമിയാവാം, ഈ 10 സെന്റ് നല്ല ഉറപ്പുള്ള ഭൂമിയാവാം. അത് സ്വാഭാവിക. പക്ഷെ അതാണ് അടുത്തടുത്ത് കിടക്കുന്ന ഭൂമികളിൽ തന്നെ എന്നാണ് വിശുദ്ധമായ ഖുർആനിന്റെ ഉണ്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭൂമിയുടെ കിടപ്പറിയുന്നവര് അതിപ്പോ ഹൈന്ദവ സുഹൃത്താണ്, വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് എന്നല്ല പറയുന്നത്. അതേമായി തന്നെ ഇപ്പൊ ഞാൻ മൈക്കതപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന കേട്ടു, വാസ്തുശാസ്ത്രത്തിന് അടിസ്ഥാനമില്ല എന്ന് അബൂറയ്യാൻ പറഞ്ഞിട്ടില്ല. അതാതെ പറഞ്ഞു അങ്ങനെ ആരപ്പോൾ ചോദ്യകർത്താവ്. വാസ്തുശാസ്ത്രത്തിന് അടിസ്ഥാനമില്ല. ഹൈന്ദവ വാസ്തുശാസ്ത്രം നമുക്ക് അടിസ്ഥാനപരമായി അംഗീകരിക്കപ്പെടാൻ പറ്റിയതല്ല. നേരെ മറിച്ച് ആധുനിക വാസ്തുശാസ്ത്ര സംബന്ധമായി ഒരു വീട് കയറ്റുമ്പോൾ കിഴക്കാത്താനാ നല്ലത്, പടിഞ്ഞാത്താനാ നല്ലത്, അതിന്റെ ഭൂമിയുടെ തിരിച്ചൽ, ഭൂമി കറങ്ങുന്നുണ്ട്. ഭൂമി നമ്മുടെ കേരളത്തിൽ ഭൂമിക്ക് ചെരിവ് കൂടുതലാ. മിക്ക സമയത്തും തെക്കുഭാഗത്താണ് സൂര്യൻ വരിക. ഒരു വീട്ടിന്റെ അകത്തേക്ക് സൂര്യന്റെ വെയില്, അതായത് നമ്മൾ വെയില് വീട്ടിലേക്ക് അടിച്ചു വന്നാൽ പ്രതിരോധ ശക്തി കൂടുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ശാസ്ത്രീയമായി വീടിന്റെ മുഖം കിഴക്കോട്ടാക്കി സൂര്യന്റെ പ്രകാശം കൂടുതൽ ഈ വീട്ടിലേക്ക് കിട്ടാൻ ഓനൊരു ശാസ്ത്രീയ വശം ചിന്തിച്ചു. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ എന്തും ചിന്തിച്ചു, ഞാൻ കിബിലക്ക് തിരിഞ്ഞിട്ടാണ്, ഇന്റെ എല്ലാം കിബിലയുടെ ഭാഗമാണ്, ഖൈറായ ഭാഗം കിബില, ഓനാനീയത്ത് വെച്ച് അങ്ങത്താക്കി. അതൊരു തെറ്റാണെന്നൊരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞ ആധുനിക വാസ്തുശാസ്ത്രം, ഭൂമിയുടെ കിടപ്പ്, ഏറ്റവും നല്ല ഭൂമി ഏതാണെന്ന് മനസ്സിലാക്കാൻ, അതിപ്പോ ഈ മനുഷ്യ ചന്ദ്രാലേഖ എന്ന് പറഞ്ഞിട്ട് ഈ ഹൈന്ദവ സുഹൃത്തുക്കൾ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അപ്പൊ ആ പുസ്തകത്തിൽ കാണാൻ നല്ല ഭൂമി തെരഞ്ഞെടുക്കാൻ, വെള്ളമുള്ള ഭൂമി, ഉറപ്പുള്ള ഭൂമി, അതുപോലെ തന്നെ ഏറ്റവും ഫലം കായ്ക്കുന്ന ഭൂമി അറിയാനുള്ള ചില അടയാളങ്ങൾ മനുഷ്യ ചന്ദ്രാലേഖ അങ്ങനത്തെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിപ്പോ നമ്മൾ സ്വീകരിക്കുന്നത് ആ ഭൂമിയുടെ കിടപ്പ് അവർ മനസ്സിലാക്കി, അതൊരു ഇൽമാണ്. ഇപ്പൊ നമ്മൾ ബഹിരാകാശത്തെ ഒരുപാട് വിജ്ഞാനങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നതാരാ? ഹൈന്ദവ സുഹൃത്തുക്കളല്ലേ, എല്ലാ മുസ്ലിമീങ്ങളാ. ഇവിടെ ശാസ്ത്രീയമായി പല കാര്യങ്ങളും കണ്ടുപിടിച്ചാൽ നമ്മൾ അംഗീകരിക്കുന്നില്ലേ? അല്ലെങ്കിൽ നമ്മളെ മൊബൈൽ അത് ശാസ്ത്രീയ വശല്ലേ, അത് എന്തു കണ്ടുപിടിച്ചതാ ചിത്രപ്പോൾ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, അങ്ങനെ ആരും മനസ്സിലാക്കരുത്.
അപ്പൊ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും ഒരു വിഷയത്തെ പറ്റി അറിയുന്നവരോടാണ് അത് ചോദിക്കേണ്ടത്. ഇപ്പൊ നോക്കി നിങ്ങള് അക്കീക്കത്തിന്റെയും ഒലൂഹിയത്തിന്റെയും ബാബിലേക്ക് കടന്നു വന്നാൽ ഇതിനോട് തത്തുല്യമായ മറ്റൊരു മസല കാണാം. ഇപ്പൊ നമ്മള് മൃഗത്തെ അക്കീക്കത്ത് അറക്കുന്നേടത്തും ഒലൂഹിയത്ത് അറക്കുന്നേടത്തും മസല എന്താ? 2 വയസ്സാവണം. പോത്ത്, മൂരി, കാള പോലത്തെ മൃഗാണെങ്കിൽ 2 വയസ്സ് തികയണം. ഞാന് വാനിയംകുളം ചന്തേ പോയിട്ട് അബുസിന് വഹാബിക്കന്നെ ആയിക്കോട്ടെ, വഹാബിക്ക വാനിയംകുളം ചന്തേ പോയിട്ടൊരു പോത്തിനെ വാങ്ങിക്കൊന്ന്, എന്നിട്ട് അബൂറയ്യാന്റെ അടുത്ത് കൊന്ന്, അബൂറയ്യാനെ ഈ പോത്തിന് 2 വയസ്സായിക്കുന്നത് തൊയ്ഫെ നോക്കാന്, മഹല്യ നോക്കാന്, കല്ലൂബി നോക്കാന് ഞാൻ സംഗതി കിട്ടുവോ? സംഗതി വഹാബിക്ക വാങ്ങിയ പോത്തിന് 2 വയസ്സായിക്കണമെന്ന് തൊയ്ഫേലും മുഗനിയിലുള്ളത് എന്താണ്? അക്കീക്കത്തറക്കുന്ന ഒലൂഹിയത്തറക്കുന്ന ജീവിക്ക് 2 വയസ്സാവണം. അത്രേ തൊയ്ഫേലും മുഗനിയിലും ഫത്തുൽ മുഈനിലുള്ളൂ. ഇയാള് വാങ്ങിയ പോത്തിന് 2 വയസ്സയിക്കണോന്ന് തീരുമാനിക്കുന്നത് തൊയ്ഫി മുഗനിഹായല്ല. അതാര് തീരുമാനിക്കണം? കന്ന് കച്ചവടക്കാര് തീരുമാനിക്കേണ്ടതാ. അതിന്റെ മസല അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ ഒരു മസല അവിടെ കാണാൻ നിങ്ങൾക്ക് ഫിഖിന്റെ കിതാബിൽ അവരൊരു മസല കാണാം. എന്താ മസല? അതായത് ഒരു കച്ചവടക്കാരന്റെ അടുക്കൽ നിന്ന് ഒരു മൃഗത്തെ വാങ്ങാൻ, ഒലൂഹിയത്തറക്കാൻ അല്ലെങ്കിൽ അക്കീക്കത്തറക്കാൻ. ആ കച്ചവടക്കാരൻ പറഞ്ഞു ഈ മൃഗത്തിന് 2 വയസ്സയിക്കണെന്ന്. ഇപ്പൊ അബൂറയ്യാനായിക്കോട്ടെ, അബൂറയ്യാൻ അതിനെപ്പറ്റി ഒരു വിവരമില്ല, അങ്ങനെ കൂട്ടിക്കോലി. ഇനിയിപ്പോ അതിനെപ്പറ്റി പറയാൻ നിന്നാൽ ചിലപ്പോ അതിന്റെ വിവരം വേറെ വരും. ഇപ്പൊ നമുക്ക് ഒരു മസാലക്ക് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറയാം. ഒരു മൃഗത്തിന് 2 വയസ്സായത് അയാളുള്ള അടയാളം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ കുട്ടിക്ക് അക്കീക്കത്തറക്കണം, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് ഒലൂഹിയത്തറക്കണം, അല്ലെങ്കിൽ എനിക്ക് ബലിപെരുന്നാൾക്ക് ഒലൂഹിയത്തറക്കണം. അപ്പൊ എനിക്ക് 2 വയസ്സായ ഒരു മൃഗം വേണം. ഞാൻ വാനിയംകുളം ചന്തേ പോയിട്ട് കച്ചവടക്കാരെ കണ്ട്. അപ്പൊ ഓൻ പറഞ്ഞു, ആ കച്ചവടക്കാരൻ പറഞ്ഞു ഈ മൂലിക്ക് അല്ലെങ്കിൽ ഈ പോത്തിന് 2 വയസ്സായിരിക്കുന്നു എങ്കിൽ അത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേന്ന് ചർച്ച. അവരെന്താ ചർച്ച? ഫിഖിന്റെ കിതാബ് നോക്കിയാൽ കാണാം. അതായത് ഈ കച്ചവടക്കാരൻ തന്നെ വളർത്തിയ മൃഗമാണെങ്കിൽ അവൻ പറഞ്ഞത് വിശ്വസിക്കാം. നേരെ മറിച്ച് ഇവൻ വളർത്തിയ മൃഗല്ലത്, ഓൻ കച്ചവടത്തിന് വേണ്ടി വേറെ ഒന്ന് വാങ്ങിക്കൊള്ളുന്നതാ. ഓൻ പറഞ്ഞു ഇതിന് 2 വയസ്സയിക്കണെന്ന്, സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് മുതൽ ചെലവാവാൻ വേണ്ടി പറഞ്ഞതേക്കാലം. നേരെ മറിച്ച് കച്ചവടക്കാരനും ഈ മൃഗത്തെ വളർത്തിയവനും ഒരുത്തനാണ്. ഓൻ പറഞ്ഞു ഞാനിത് വളർത്തിണ്ടാക്കിയ മൃഗാണ്, അതിന് ഇത്ര മാസമായി ഞാൻ വാങ്ങിച്ച്, അതിന് ഇന്നിനി അടയാളങ്ങളൊക്കെ ഇതാ, 2 വയസ്സായി, നമുക്ക് സ്വീകരിക്കാം. അത് ചിലപ്പോ ഹിന്ദു ആവാം, ഹൈന്ദവനാവാം, അത് വിഷയമല്ല. നമ്മൾ ഒലൂഹിയത്തറക്കാൻ പോകുന്ന മൃഗത്തിന് അല്ലെങ്കിൽ നമ്മൾ അക്കീക്കത്തറക്കാൻ ഒരു മൃഗത്തെ വാങ്ങി, മൃഗങ്ങളെ പറ്റി രതിക്ക് പഠിച്ചൊരു ഹൈന്ദവ സുഹൃത്തുണ്ട്, നല്ലൊരു കച്ചവടക്കാരൻ. ഓൻ പണ്ടപ്പോ പറഞ്ഞു, മൊയിലാപ്പലെ ഇത് പറ്റിയതാട്ടോ, നിങ്ങളാ ക്രമത്തിന് പറ്റിയ സാധന, നിങ്ങളാ വിഷയത്തിന് 2 വയസ്സാവുന്നല്ലേ, ഈ മൃഗത്തിന് 2 വയസ്സായിക്കണം, ഇതാ ഇന്നിനി അടയാളങ്ങള്. അതെന്താണ്? അത് അവന്റെ ഒരു വിശ്വാസം നമ്മൾ സ്വീകരിക്കല്ല. അവന്റെ വിശ്വാസം നമ്മൾ സ്വീകരിക്കല്ല. ഈ ഒരു വിജ്ഞാനം അവന്റെ കൈവശമുണ്ട്, നമുക്ക് സ്വീകരിക്കാം. നേരെ മറിച്ച് ഇന്ന് വീട് കുറ്റിയടിക്കുമ്പോ ആശാരിമാരെ വിളിക്കുമ്പോ അവര് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലാ വരുന്നത്. ഒരു വാസ്തുപുരുഷനുണ്ട്, ആ വാസ്തുപുരുഷനെ ഒരു സങ്കല്പിക്കുക. അതൊക്കെ നമ്മൾ മുമ്പ് വളരെ വിശദമായി പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നിട്ട് 8 മൂല തീരുമാനിക്കുക. 8 മൂലയിൽ ഓരോ ദേവന്മാരെ, ഓരോ ദേവന്മാർക്കും തൊൽപ്പടിപ്പെട്ടത് ഇന്നതാണ്. അതുകൊണ്ട് ആ മൂലയിൽ ആ ദേവന് തൊൽപ്പടിപ്പെട്ടതേ ചെയ്യാവൂ, അല്ലാത്തത് ചെയ്താൽ ആ വീട്ടിൽ ആ ദേവന്റെ ഉപദ്രവം ഉണ്ടാവുന്നു. ഇത് നമ്മളൊരു ദേവനിൽ വിശ്വസിപ്പിക്കല. ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് വ്യത്യാസം മനസ്സിലാക്കിയാൽ ഈ വിഷയത്തിൽ ഒരു ഇഷ്കാലും വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഓരോന്നും വളരെ വ്യക്തമായി വേറിട്ട് മനസ്സിലാക്കിയാൽ അപ്പൊ എന്താണ് നമ്മുടെ വിശ്വാസം? എന്താ? എല്ലാം നിയന്ത്രണവും അള്ളാഹുവിന്റെ അടുക്കലാണ്. നേരെ മറിച്ച് ഇവർ വിശ്വസിക്കേണ്ട ഒരു വീട് നമ്മൾ നിർമ്മിക്കുമ്പോ 8 മൂലയിൽ 8 ദേവന്മാർ, ആ 8 ദേവന്മാരെ നിയന്ത്രിക്കുന്നത് ഈ വാസ്തുപുരുഷൻ. ആ വാസ്തുപുരുഷനോ ഈ ദുന്യാവിൽ അങ്ങനെ ഒരു സംഗതിയില്ല, ഓലെന്നെ പറഞ്ഞുണ്ട്. അതൊരു പുരാണ കഥയിൽ ഒരു ഐതിഹ്യമാണ് ഇങ്ങനെ ഒരു വാസ്തുപുരുഷൻ. ഈ ഇല്ലാത്തൊരു വാസ്തുപുരുഷൻ ഈ 8 മൂലകളിലിരിക്കുന്ന ദേവന്മാരെ നിയന്ത്രിക്കുന്നു. ആ ദേവന്മാര് ആ മൂലകളെ നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് ആ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്ന ഭവന നിർമ്മാണേ ആ മൂലയിൽ നടത്താവൂ. അല്ലെങ്കിൽ ആ ദേവന്റെ ദേഷ്യം, ആ ദേവന്റെ ശാപം ഈ വീട്ടിൽ താമസിക്കുന്നവർക്കുണ്ടാവും. ഇങ്ങനെ വിശ്വസിക്കുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നമ്മുടെ അടിസ്ഥാനപരമായ ആദർശത്തിനെതിരാണ്.
നേരെ മറിച്ച് ആധുനിക വാസ്തുശാസ്ത്രം ശാസ്ത്രീയമായി ഒരു വീട് അത് ഏത് ഭൂമിയിലാവണം, ആ ഭൂമി വറച്ച ഭൂമിയാണോ അതല്ല മൃദുലമായ ഭൂമിയാണോ എന്നറിയാനുള്ള മാനദണ്ഡങ്ങൾ ഭൂമിശാസ്ത്രമായി പഠിച്ചവരോട് ചോദിച്ചാൽ കിട്ടും. കേരളത്തിലുള്ള ഭൂമിയുടെ കറക്കപ്രകാരം കേരളത്തിൽ ഭൂമിയുടെ ചെരിവും സൂര്യന്റെ ഏതു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് വീട്ടിലേക്ക് കൂടുതൽ സൂര്യന്റെ ഊർജം ലഭിക്കുമ്പോൾ അതിൽ താമസിക്കുന്നവർക്ക് ഊർജത്തിന് ശക്തി പകരുന്നു. അതുകൊണ്ട് വീടിന്റെ ഏതു ഭാഗത്തേക്കാണ് വീട് നിൽക്കുന്നത് നല്ലത് പോലത്തെ ആധുനികപരമായ ശാസ്ത്രീയമായി തെളിയിക്കുന്ന വീടിന്റെ അത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു. ഒരു റൂമിന് അളവുണ്ട്, അത് ആൾക്കാർ താമസിക്കുന്നതിന് അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് താമസിക്കാനുള്ള വായു ഇത്തരെ, രണ്ടാൾക്ക് താമസിക്കാനുള്ള വായു ഇത്തരെ. അപ്പൊ ഇത്ര അതി നീളവും ഇത്ര അതി വീതിയുമുള്ള റൂമാണെങ്കിലേ ഇതുപോലെ രണ്ടാൾക്ക് താമസിക്കാനുള്ള വായു ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് അവരെ ചെറിയ റൂമിൽ ഒരാൾക്ക് തന്നെ ശ്വസിക്കാൻ മാത്രം വായു കിട്ടാത്ത ഒരു റൂമിൽ നമ്മൾ ഞെക്കി ഞെരുങ്ങി രണ്ടാൾ കിടക്കുമ്പോൾ എന്തു വരുന്നു? മാനസികമായ തിക്നെസ്, ഒരു പിടിമുറുക്കം ഹൃദയത്തിൽ വരുന്നു. അത് മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വവസ്സി ലി ഫീ ദാരി വബാരിക് ലി ഫീ റിസ്ഖി എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഫൈലുൽ ഖദീർ പോലത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വീട് കൊണ്ട് റസൂലുള്ള ഉദ്ദേശിക്കുന്നത് ഭൗതികമായ വീടായിരിക്കാം. കാരണം ഭൗതികമായ വീട് വിശാലതയില്ലെങ്കിൽ ഓരോരുത്തർക്കനുസരിച്ച് താമസിക്കാൻ വിശാലതയില്ലെങ്കിൽ അതെന്തെയും ഹൃദയത്തിന് കുതുസുണ്ടാക്കും. വയജ്ലിബുൽ ഹമ്മ, മാനസികമായ അസ്വസ്ഥത അത് ഉണ്ടാക്കും എന്ന് ഫൈലുൽ ഖദീർ പോലത്തെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചത് കാണാം. അപ്പൊ ഞാൻ ആകത്തുക കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം മറ്റൊരു സ്ഥലത്ത് ക്ലാസ്സിന് പോവാൻ ഞാനിങ്ങനെ ക്ലാസ് റൂമിൽ കുറച്ചു നേരം കയറിയതാണ്. അപ്പൊ നമ്മളെ മഹാനായ തങ്ങൾ അവരുകൾ അബൂ റയ്യാൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനത്തെ ഒരു മേഖലയിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ 13 കൊല്ലായി ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആ ഒരു സത്യം തുറന്നു പറയാൻ, ഇതിലിങ്ങനെ വല്ലാതെ മുസ്ലിമീങ്ങൾ ഇതിൽ അഡിക്റ്റായി കിടന്നിട്ടുണ്ട്. ഈ വാസ്തുശാസ്ത്രത്തിൽ വല്ലാതെ അഡിക്റ്റായി കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ മുമ്പൊരിക്കപ്പാത്ത് ഞാനൊരു വിഷയം പരിക്കാല കാരണക്കി അല്ലെ, അത് ഞാൻ ഒരിക്കൽ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് തുടങ്ങിയ പക്ഷെ ഒരു വെപ്പും എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോ ഒരാൾ എന്നോട് പറഞ്ഞൊരു അനുഭവം, ഒരു തങ്ങള് പെരക്ക് കുറ്റിയടിച്ച് സ്ഥാനവും മാനൊക്കെ നോക്കി കൊടുത്തൊരു വീട് 4 കൊല്ലം കഴിഞ്ഞ് അതേ തങ്ങള് തന്നെ ആ വീട്ടിൽ വരികയാണ്. ഞാൻ ആളൊന്നും പറയുന്നില്ല. ഇപ്പൊ ഉണ്ടായൊരു അനുഭവം, ആ വ്യക്തിയുടെ അയൽവാസിയുടെ വീട്ടിൽ ഉണ്ടായൊരു അനുഭവം. ആ ഒരു തങ്ങളാണ് ആ വീട് കുറ്റിയടിച്ചത്, എല്ലാ കാര്യവും ശരിയാക്കി കൊടുത്തത്. 4 കൊല്ലം കഴിഞ്ഞു മറ്റൊരു ആവശ്യത്തിന് വേണ്ടി അതേ തങ്ങള് തന്നെ ഈ വീട്ടിലേക്ക് വന്നിട്ട് ആരെ ഈ വീടിന് കുറ്റിയടിച്ചെന്ന്, എങ്ങനെയുണ്ട്? ആരെ ഈ വീടിന് കുറ്റിയടിച്ചെന്ന് ചോദിച്ചാൽ എന്താ ഈ വീട്ടുകാർ പറയാം? ഒരു ചിന്തിക്കേണ്ട കാര്യമല്ലേ. വീടിന് കുറ്റിയടിച്ച തങ്ങൾ തന്നെയെന്ന് ചോദിച്ചത് ഈ വീടിനാല. പക്ഷെ 4 കൊല്ലം ആയപ്പോ മൂപ്പർ അത് മറന്നു. അപ്പൊ മൂപ്പർക്ക് എന്തൊക്കെയോ ഒരു തകരാറ്, 4 കൊല്ലം മുന്നേ തോന്നാത്ത ചില തകരാറുകൾ അദ്ദേഹത്തിന് ഇപ്പൊ തോന്നി. അപ്പൊ അദ്ദേഹത്തിനും പറയാൻ തോന്നി അത് മാറ്റണമെന്ന്. ഇനിയിപ്പൊ നമുക്ക് വിളിച്ചത് ഇപ്പൊ എന്റെ ഭാഷയിൽ എന്താ ഞാൻ പറയാ, ഇത് ഉന്തുവന്തി അല്ലല്ലോ. കക്കൂസും കുലിപ്പലും നമ്മൾ ഈ റൂമിൽ പെരയിൽ ഉണ്ടാക്കി വെച്ചത് ഉന്തുവന്തി അല്ലല്ലോ. ഇവൻ അങ്ങത്ത് നീക്കി ഇവൻ ഇങ്ങത്ത് നീക്കാണ്. ഇതിന് കുറച്ച് വിഷമല്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏറ്റവും നല്ല വശം എന്താ? നല്ലൊരു വശം, ഒരാളെ നമ്മൾ അംഗീകരിച്ചാൽ, ഇപ്പൊ പാലക്കടവ് തങ്ങന്മാർ അൽഹംദുലില്ലാ അന്ന് കേരളത്തിലെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരാളെ അറിയിച്ച് കയറ്റിയാൽ അയിമത് വിശ്വസിക്കുക, ഇനി ബാക്കി തവക്കൽത്തു അലല്ലാഹ്. അതാണ് അതിന്റെ നല്ല വശം. ഞാൻ ഒരൊറ്റ വശം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വിഷയത്തിൽ ക്ലാസ് തുടരാൻ തന്നെയാണ് തീരുമാനം. അത് രാവിലെ ഒന്നൊരു 15 മിനിറ്റ് ഉണ്ടാവും. അതിനും കുറെ പറയുമ്പോ ഇപ്പൊ കിബിലയുടെ നേരക്ക് വീടാവാൻ പറ്റുമോ? ആയാൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. ആവാതിരുന്നാൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. പിന്നെ അവിടെ മസ്അല ഞാൻ ഫിഖ് എന്താ തെളിയിച്ചത്, അഫ്ളൽ ഏതാണ് എന്നുള്ളതാണ്. ഏതുപോലെ മരിച്ച വ്യക്തിക്ക് നോമ്പുണ്ട്, കുടുംബക്കാർക്ക് നോച്ചു വീട്ടാം, മുദ്ദും കൊടുക്കാം, രണ്ടും ആവാം. ഏതാ അഫ്ളൽ ചർച്ച ഉണ്ട്. എന്ന് പറഞ്ഞാൽ കിബിലക്കാവാം, ആയിനെ കുഴപ്പമില്ല. ആവും ചെയ്യും ആവാതിരിക്കും ചെയ്യും. അപ്പൊ അവതൊരു അഫ്ളൽ ഉണ്ട്. അപ്പൊ അവതൊരു അഫ്ളലിയത്ത് വരുമല്ലോ. ഇന്നതാണ് അവിടെ ആവും ചെയ്യുക ആവാതിരിക്കും ചെയ്യുക എങ്കിൽ അവര് അഫ്ളൽ ഏത്? അപ്പൊ അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ നമ്മൾ രാവിലെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട തോന്നിയ മാതിരി വീടാണ് കയറ്റല്ല. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇസ്ലാമിക അന്തരീക്ഷമാണ്. അതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു.
അപ്പൊ രാവിലെ അല്ലാത്ത ഒരുപാട് ശ്രോതാക്കൾ ഈ നേരത്തുണ്ടാവും. ഓൺലൈനിലുള്ള എല്ലാവരും കേൾക്കണമെങ്കിൽ 24 മണിക്കൂർ ഒരു വിഷയം തന്നെ പറഞ്ഞു തരും. അതിപ്പോ നടക്കുന്ന കാര്യമല്ലല്ലോ. ഒരൊറ്റ കാര്യം കൂടി പറയാം, ഞാൻ നിങ്ങളുടെ ഒരു മാനസികമായ അവസ്ഥ ശരിയാക്കാൻ. ചില വീട്ടില് കാരണം നമുക്കുള്ള വിഷയല്ലേ, നമുക്ക് ചില താമസിക്കുമ്പോൾ സുഖമില്ല. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നു പോയി. ചില വീട്ടിൽ വിരുന്നു പോയാൽ നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കാൻ ഭയങ്കര പൂതിയേക്കാം. നമുക്ക് ആ ചെന്നപ്പോ എന്തോ ഒരു സന്തോഷം, റാഹത്താ വീട്ടില്. ഇന്ന് എങ്ങനെങ്കിലും ഇവിടെ നിൽക്കാനൊരു തോന്നല് വരും. ഇല്ലേ, നിങ്ങൾക്കൊക്കെ ഇല്ലേ, ഞാന്റെ പേരേക്ക് എത്തുക നല്ലത്. ഇവിടെ നിൽക്കാനോ റാഹത്ത് തോന്നി, എന്തോ ഒരു വിഷമം. അപ്പൊ നോക്കി, ചില വീട്ടിൽ തന്നെ ഓൽക്കെന്തോ ഒരു റാഹത്ത് കമ്മി. അങ്ങനത്തെ ചില വിഷയങ്ങൾ സഹാബത്ത് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ വീട്ടിൽ നിന്നങ്ങോട്ട് മാറിക്കാല. അതിന്റെ പറയാൻ കാരണം, റസൂലുള്ളാഹി അങ്ങനെ പറയാൻ കാരണം, ആ വീട്ടിൽ ഇപ്പൊ പൈശാചിക ഷർറുണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊന്നും ആലോചിച്ചിട്ടല്ല മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞു. കാരണം ഇവൻ ഈ വീട്ടിൽ താമസിക്കുമ്പോ ഓനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുകയാണ്. അപ്പൊ ഓന്റെ മനസ്സിൽ പിന്നെ എന്ത് വരും, എന്ത് വന്നുകൊണ്ടിരിക്കും, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വീട്ടിൽ താമസിക്കുന്നതാണ് എന്നൊരു തോന്നല് വരും. അപ്പൊ അതുകൊണ്ട് അവന്റെ ഈമാനിനെ ബാധിക്കാണ്. അള്ളാഹുവിന്റെ കലാകതിരിലുള്ള ഒരു തീരുമാനമാണ് എനിക്ക് വിഷമം എന്നുള്ള അവസ്ഥേന അവൻ മാറി. അവന്റെ ചിന്ത എന്തിലേക്കെത്തി? ഈ വീട്ടിൽ താമസിക്കലാണ് എന്റെ പ്രശ്നത്തിന് കാരണം. ഇതൊക്കെ ഒരു പാട് കിതാബിയായി നമുക്ക് തെളിയിക്കാം. കാരണം പ്ലേഗ് രോഗമുള്ള നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ കണ്ടാൽ സിംഹത്തെ കണ്ട് പായുന്നത് പോലെ നിങ്ങൾ പായണം എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം. എന്റെ കാരണം, ഒരു കുഷ്ഠരോഗിയുടെ അടുത്ത് പോയി, ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് പോയതിന്റെ ശേഷം നമുക്കും കുഷ്ഠരോഗം വന്നു, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇവന്റെ മനസ്സിലൊരു വിശ്വാസം, എനിക്ക് ഈ കുഷ്ഠരോഗം അവനിൽ നിന്ന് പകർന്നതാണ്, എനിക്ക് അള്ള തന്നതല്ല, ഈ രോഗം അള്ളാഹു തന്നതല്ല, മറിച്ച് ഞാൻ ആ കുഷ്ഠരോഗിയുടെ അടുക്കൽ പോയ കാരണമാണ് എനിക്ക് കുഷ്ഠരോഗം ഉണ്ടായത്. അത് ഈമാനിനെ ബാധിക്കും. അതുകൊണ്ട് സാധാരണക്കാരെ ഈമാനിനെ രക്ഷിക്കാനുള്ളൊരു ഭാഗമാണ് ഒരു കുഷ്ഠരോഗിയുടെ അടുത്ത് കാര്യം പോകണ്ട. ആ കുഷ്ഠരോഗിയുടെ അടുത്തേക്ക് പോവലും അനക്ക് കുഷ്ഠരോഗം തരലും ഇത്തിഫാക്കായി വന്നാൽ ഇവന്റെ മനസ്സിൽ എന്ത് വരും? അവന്റെ അടുക്കൽ പോയതുകൊണ്ട് അവനിൽ നിന്ന് പകർന്നതാണ് എനിക്ക് ഈ രോഗം, എന്തല്ല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവനിക്ക് കൊടുത്തതുപോലെ എനിക്ക് തന്നതല്ല. അപ്പൊ അള്ളാഹിന്റെ കലാകതിരിലുള്ള വിശ്വാസത്തിൽ ഒരു വൈകല്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈകല്യം വരാനുള്ള ഭാഗം അടച്ചു മാറ്റുക. അതുകൊണ്ടല്ല തെറ്റുധാരണയുടെ ഭാഗം ഒഴിവാക്കണമെന്ന്, നമ്മളെപ്പറ്റി ഒരു തെറ്റുധാരണ വരാൻ വയ്യുണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കണം എന്നല്ലേ. എന്നതുപോലെ നമ്മുടെ ഈമാനിന് വൈകല്യം വരുന്നൊരു ഭാഗം കണ്ടാൽ ആ ഭാഗം അടച്ചു കൊല്ലണം, രോഗം പകരില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്കാല് വരുത്താം, അത് വലിയൊരു ശാസ്ത്രീയമായ മറ്റു വിഷയത്തിലേക്ക് ഇപ്പൊ ഞാൻ കടക്കേണ്ടി വരും. ഞാൻ ഇപ്പൊ കടക്കണില്ല, എന്റെ വിഷയം അതല്ല. ഇൻഷാ അല്ലാഹ് ഹദീസ് അടിസ്ഥാനത്തിൽ നമുക്കത് തെളിയിക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, ഒരാൾ വീട്ടിൽ താമസിക്കുമ്പോൾ ഓനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ തോന്നുകയാണ്, നാം മറ്റൊരാൾക്ക് ആ പ്രശ്നം തോന്നിക്കോന്നില്ല. ഇപ്പൊ അൽഹംദുലില്ലാ എന്റെ വീട്ടിൽ എനിക്ക് എന്ത് റാഹത്താച്ചിട്ട, 2 റൂമുണ്ട്. ഒരു റൂം വർഷക്കാലത്ത് കാണുറങ്ങാനുള്ളതാ, ഒരു റൂം വേനൽക്കാലത്ത് കാണുറങ്ങാനുള്ളതാ. അതെന്താ അബൂ റയ്യാൻ അങ്ങനെ? ഒരു റൂമിൽ നല്ല കാറ്റ് കിട്ടുന്ന റൂമാണ്. അപ്പൊ അതിൽ വേനൽക്കാലത്ത് കാണുറങ്ങിയാൽ ഫാനില്ല, കറണ്ട് ഇല്ലെങ്കിലും സുഖമായി ഉറങ്ങും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്, KMICന് രാത്രി 1:30 മൈക്ക വിട്ടാല് ആ റൂമിൽ വേനൽക്കാലത്ത് ഉറങ്ങാൻ എനിക്ക് ഫാന്റെ ആവശ്യമില്ല, നല്ല കാറ്റാ. എന്നാ വർഷക്കാലത്ത് ആ റൂമിൽ നല്ല തണുപ്പായിരിക്കും. അപ്പൊ മറ്റൊരു റൂമുണ്ട്, അതിൽ കുറച്ച് വായു സഞ്ചാരം കുറവാ. അപ്പൊ അതിൽ നല്ലൊരു ഇളം ചൂടായിരിക്കും. വർഷക്കാലത്ത് സുഖമായി പുതപ്പില്ലാതെ കാണുറങ്ങാം. അപ്പോ വർഷക്കാലത്ത് എനിക്ക് ഒരു റൂമിൽ പുതപ്പിന് ലാഭാണ്, വേനൽക്കാലത്ത് ഒരു റൂമിൽ എന്താണ് ഫാനിന് ലാഭാണ്. അങ്ങനത്തെ വീടൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾ വന്നു നോക്കിയാലോ, നിങ്ങളിപ്പോ അബുസുനിന്റെ വീട് കണ്ടിട്ടുണ്ട്, തിരുവമ്പാടിന്റെ പലോലിന്റെ വീട് കണ്ടിട്ടുണ്ട്. എന്ത് വീട്, എന്ത് ശാസ്ത്രീയ വശം. പക്ഷെ എനിക്ക് വലിയ ശാസ്ത്രീയ വശമാണ്.
ഞാൻ ഇന്നലക്ക് നല്ല തണുപ്പാണ്, പുറപ്പില്ലാതെയാണ് ഉറങ്ങിയത്. സുഖായിന്റെ വർഷക്കാലത്തെ റൂമിലേക്ക് മാറിക്കിടന്നു. വേനൽക്കാലാവുമ്പോ ആ റൂമിലേക്ക് മാറിക്കിടക്കും. നിങ്ങൾക്ക് വന്നു നോക്കിയാൽ സാധാ റൂമാണ്. എന്ത് റൂം? അബുറയ്യാൻ ഓലൈനിൽ പറഞ്ഞ റൂമപ്പത് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് തോന്നിക്കോട്ടെ, പക്ഷെ എനിക്ക് നല്ല സന്തോഷാണ്. പക്ഷെ ആ സന്തോഷങ്ങൾക്ക് എന്തായിക്കോന്നില്ല. അതാണ് റസൂലുള്ള പറഞ്ഞത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വിഷമം തോന്നുകയാണെങ്കിൽ ഓനുടനെ ആ വീട്ടിൽ നിന്ന് മാറിക്കൊള്ളണം. പിന്നെ ആ വീടിനെങ്ങനെ ശപിച്ച് ഈ വീട് കൊണ്ടാണ് ഈ മുസീബത്തൊക്കെ ഉണ്ടായത്, അതന്നെ വലിയ വിഷയ. ചില ആളുകൾ വീടിനെ ശപിക്കും. ഈ വീട് കയറ്റിയതിന് ശേഷമാണ് എല്ലാ മുസീബത്തും ഉണ്ടായി. ഇനി ആ വീട്ടിൽ ഒരിക്കലും താമസിക്കരുത്. ഈ ഒരു വീടിനെ ഒരുത്തൻ ശപിച്ചാൽ ആ ശാപം അവനിക്ക് സ്വമേധയ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ശാപത്തിന്റെ ദുരന്തങ്ങൾ അതൊന്നൊരു പൈശാചികമായ ഷർറിന് മാത്രം ആരും കണക്കാക്കും വേണ്ട. അപ്പൊ റസൂലുള്ളാഹിന്റെ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു. എന്തു പറഞ്ഞു? അവനത് മാറിക്കുന്ന വാതൊരു കൂട്ടക്കാരോ. പക്ഷെ ഞമ്മക്കൊരു വിശ്വാസമുണ്ട്, ഓൻ ആ വീട്ടിൽ നിന്ന് മാറാൻ അല്ല, ഒന്നും കൂടി ശ്രദ്ധിക്കാൻ കേട്ടോ. ഓൻ ആ വീട്ടിൽ നിന്ന് മാറാൻ കാരണം എന്താണ്? ഓനക്ക് എന്തൊക്കെയോ വിഷമം തോന്നിയ കാരണമാണ് ഓൻ ആ വീട് ഒഴിവാക്കി. എന്നാ പിന്നെ നമ്മൾ വാങ്ങണ്ടാണ്. അത് ശരിയല്ല. യാതൊരു കൂട്ടക്കാർക്ക് ആ വിഷമം വന്നോന്നില്ല, ഇവനിക്ക് അനുയോജിക്കുന്നില്ല. അതിനൊക്കെ ഒരു കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ സയ്യിദ് സുഹാബ് തങ്ങൾ അത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതൊരു വസ്തുവിലും അനാസിറുൽ അർബഅ, അത് അറബി പറഞ്ഞാൽ എല്ലാവർക്കും തിരിയാനാവും. വായു, കഫം, പിത്തം, ജലം എന്നൊക്കെ പറഞ്ഞൊരു 4 വകുപ്പുണ്ട്. അത് ഭൂമിക്കുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരിലുണ്ട്. ആ ഭൂമിയിൽ താമസിക്കുന്നവന്റെ ആ ഭൂമിയുടെ തീയാണ് അധികം. പക്ഷെ ഇവിടെ താമസിക്കുന്നവന്റെ അവനിക്ക് തണുപ്പാണ് അവന്റെ ശരീരത്തിലധികം. തണുപ്പും ചൂടും ഒരുമിച്ച് കൂടാൻ പ്രയാസ. അപ്പൊ ചിലപ്പോ അവനെ സംബന്ധിച്ച് ആ ഭൂമിയിൽ താമസിക്കുമ്പോ പ്രയാസം തോന്നും. കാരണം ഈ ഭൂമിയുടെ അനാസിറുൽ അർബയും ഈ ഭൂമിയിൽ താമസിക്കുന്നവന്റെ അനാസിറുൽ അർബയും തമ്മിൽ യോജിക്കുന്നില്ല. ഇപ്പൊ അനാസിറുൽ അർബ നിങ്ങൾക്ക് തിരിയാൻ ഞാൻ കുറെ മെനക്കതെന്ത് ചെയ്തു. അങ്ങനെ മെനക്കതൊക്കെ ഇപ്പൊ നേരല്ല. ഞാൻ വേറൊരു സമയത്ത് നിങ്ങൾക്ക് അത് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പൊ നേരെ മറിച്ച് മറ്റൊരാൾ, അപ്പൊ ഞാൻ താമസിക്കുന്ന ഭൂമിയുടെ അനാസിറുൽ അർബയും എന്റെ അനാസിറുൽ അർബയും തമ്മിൽ യോജിക്കുന്നില്ല. പക്ഷെ അബുസുനൂന്റെ അനാസിറുൽ അർബയും ഈ ഭൂമിയുടെ അനാസിറുൽ അർബയും യോജിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് താമസിക്കുമ്പോ വിഷമം തോന്നുന്നത് വെച്ചിട്ട് അബുസുനൂൻ ഈ ഇതിൽ താമസിച്ചോന്നില്ല. അപ്പൊ അടുത്താല് അബുസുനു ആയതൊന്ന് മൂപ്പര പേരുവാന്ന് താൽക്കുവാവേ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഒരു വലിയൊരു വിഷയ. ഇതൊക്കെ അത് മനസ്സിലാക്കിയാണ്ടല്ലോ ഒരു ഇഷ്കാലും ഒരു വിഷയം ഒരാൾക്കും വരൂല. പക്ഷെ അതിന് സമയം വേണമെന്ന് മാത്രം. മൗലൂന്റെ മുന്നിൽ അരമണിക്കൂർ കൊണ്ടൊന്നും 15 മിനിറ്റ് കൊണ്ടൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തേ ഞാൻ പറഞ്ഞ ആകത്തുക, ചില വീട്ടിൽ ചിലവർക്ക് അസ്വസ്ഥത തോന്നും, വീട് ഒഴിവാക്കിക്കൊള്ളണം. കാരണം അതിന് മഹാന്മാർ പറഞ്ഞ കാരണം എന്താ? അങ്ങനെ എന്താ റസൂല് കൽപ്പിക്കാൻ കാരണം? ഒന്നുമല്ല. കൽപ്പിക്കാനുള്ള കാരണം ഇവന്റെ വിശ്വാസത്തിൽ വൈകല്യം വരും. ഈ വീടാണ് എന്റെ ബുദ്ധിമുട്ടിന് കാരണം അല്ലല്ലോ. ഒരാളെ വീട് ആ ബുദ്ധിമുട്ടിന് കാരണം അത് അള്ളാന്റെ കലാകഥയല്ലേ. നോക്കി നമുക്ക് അഖീദയുടെ കിതാബിലേക്ക് മടങ്ങാം. നിങ്ങൾ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോ നേരെ കാണിപ്പയ്യൂന്റെ അടുത്തേക്ക് മന്ദിച്ച നിങ്ങളിത് ഫിക്കിൽക്കും അഖീദന്റെ കിതാബിൽക്കും ഇത് വരും. ഏത് വാസ്തുശാസ്ത്രവും വ്യക്തമായി നമുക്ക് തെളിയിക്കാം. നമ്മുടെ ആധുനിക ഇസ്ലാമികമായ വൽ മഖ്തൂലു മയ്യിത്തുന്നൊരു മസ്അല കാണാം അഖീദന്റെ കിതാബിൽ. വല്യ ദിവസത്തിലേക്കും അഖീദ പഠിക്കാൻ, തൗഹീദ് പഠിക്കാൻ ഉള്ള കിതാബാണ് ശറഹുൽ അഖായിദ. ഈ ശറഹുൽ അഖായിദയിൽ ഒരു മസ്അല കാണാം, ഒരു വിശ്വാസത്തിന്റെ ഭാഗം കാണാം. വൽ മഖ്തൂലു മയ്യിത്തുൻ, മഖ്തൂല് കൊല്ലപ്പെട്ടവൻ അവധിയെത്തി മരിച്ചവനാണ് എന്ന് വിശ്വസിക്കണം. നദറോത്തിലൂടെ ഒരാൾ നടക്കുമ്പോ വേറൊരാൾ കൊതുവാലേറ്റ് വെട്ടാണ്. നമ്മളെന്താണ് ഈ വെട്ടിയ കാരണമാണ് അവൻ മരിച്ചത്, ഇതല്ലേ നമ്മുടെ കാഴ്ച. ഇവൻ വെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ കുറച്ചു കാലം ഇനിയും ഇവൻ ജീവിക്കുമായിരുന്നു. അല്ല, ഇവന്റെ അവധി എത്തിയപ്പോ അവധി വ്യക്തമാക്കിയത് ഇവന്റെ വെട്ടായിപ്പോയി. ഇവനിക്ക് ഇത്രേ അവധിയുള്ളൂ. ഇന്നാലിന്ന ദിവസം വൈകുന്നേരം 5 മണിക്ക് ഇന്നാലിന്ന അങ്ങാടിയിൽ നിൽക്കുമ്പോ വെട്ടേറ്റു മരിച്ചു. ഓന്റെ അവധി അതുവരെയുള്ളൂ. അതുകൊണ്ടാണ് അവർ, അല്ലാതെ ഇവൻ വെട്ടിയോണ്ട് മരിച്ചതല്ല. ഇവനിക്ക് അവധി ഉണ്ടായിരുന്നുവെങ്കിൽ ഇവന്റെ വെട്ടുകൊണ്ട് ഇവൻ മരിക്കില്ലായിരുന്നു. ഇതാണ് മുസൽമാന്റെ വിശ്വാസം. ഇത് വലിയൊരു ചർച്ചയാണ്. മുസൽമാന്റെ വിശ്വാസം ഇവനിക്ക്
അള്ളാഹു നിശ്ചയിച്ച അവധി. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടില്ലേ? അള്ളാന്റെ അവധി എത്തിയാൽ ഒരു സെക്കൻഡ് അങ്ങത്തുമില്ല, ഒരു സെക്കൻഡ് ഇങ്ങത്തുമില്ല. ഇവനിക്ക് ഇനിയും ആയുസ്സുണ്ടായിരുന്നുവെങ്കിൽ ഇവൻ വെത്തുമായിരുന്നില്ല, വെത്തിയാൽ തന്നെ മരിക്കുമായിരുന്നില്ല. പക്ഷെ ഇവൻ മരിച്ചു. ഇവന്റെ ആയുസ് അവിടെ വെച്ച അവസാനം ആ വൈകുന്നേരം 5 മണിക്ക് വെത്ത് വന്ന സമയത്തോടുകൂടെ ബന്റെ ആ സെക്കൻഡിലാണ് ബന്റെ ആയുസിന്റെ അവസാനം. മനസ്സിലായോ? അത് നമ്മൾ വിശ്വസിക്കണം. എന്നതുപോലെ അള്ളാഹുവിന്റെ ഖലാഖദറിലാണ് എനിക്ക് രോഗങ്ങളും പ്രയാസങ്ങളും എത്തുന്നത്. ഈ ഭൂമി, ഈ വീട്ടിലെ പ്രശ്നങ്ങളല്ല. പക്ഷെ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഈ വീട്ടിലെ പ്രശ്നാസത്തിന് വൈകല്യങ്ങൾ വരും. ഖലാഖദറിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറി മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ട് അവന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു വൈകല്യം തോന്നിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടവേ അതിനത് മാറിക്കാലി. ചിലപ്പോ എന്തായിരിക്കും, എന്റെ അനാസറുൽ അർബഈൻ ഭൂമിയിലെ അനാസറുൽ അർബഈൻ തമ്മിൽ യോജിക്കുന്നില്ല. KPA കരീം ഉസ്താദി വീട്ടിൽ വന്ന് താമസിക്കാനെങ്കിൽ മൂപ്പര അനാസറുൽ അർബഈൻ ഭൂമിന്റെ അനാസറുൽ അർബഈൻ ഓക്കെയാണ്. അപ്പൊ മൂപ്പർക്ക് വിഷമൊന്നും ഈ വീട്ടിലുണ്ടാവൂല. ഞങ്ങൾക്ക് തമ്മിൽ ഇത് യോജിക്കുന്നില്ല. അതൊക്കെയാണ് ഇതിന്റെ ഒരു വിഷയം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് വലിച്ചസ്കാലുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് വലിച്ചസ്കാലും വന്നോ അപ്പൊ ഈ ക്ലാസ്സിൽ? അപ്പൊ നമുക്ക് ഭൂമിയുടെ കിടപ്പറിയാൻ ഹൈന്ദവ സുഹൃത്തുക്കളെ വിളിക്കേണ്ടി വന്നാൽ വിളിക്കാം. അവനാണ് ഭൂമിയുടെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, ഉറപ്പുള്ള ഭൂമി. അങ്ങനെ ഇപ്പൊ എത്രയോ ഉദ്യോഗസ്ഥന്മാരില്ല ഭൂമിയുടെ ഉറപ്പും ഭൂമിയുടെ മണ്ണൊക്കെ പരിശോധിക്കുന്ന ആൾക്കാർ ഇല്ലേ? അവരൊക്കെ ഇപ്പൊ നമ്മൾ വന്നിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുന്നില്ലേ? ഇവരെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇവരെ തെങ്ങ് പൊടിപ്പിക്കാൻ പറ്റുമോ? വായ പൊടിപ്പിക്കാൻ പറ്റുമോ? ഇവരെ നെൽകൃഷി പോകുമോ? ഇവരെ കോതമ്പ കൃഷി പോകുമോ? ഇവരെ മറ്റു മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ ഹൈന്ദവ സുഹൃത്തുക്കളല്ല. ഇപ്പൊ തെറ്റാ ഇസ്ലാമില്? ഇപ്പൊ തെറ്റില്ല. അപ്പൊ നമ്മളൊരു ഭൂമി വീട് വെക്കാൻ വേണ്ടി വാങ്ങിയതാ. നല്ലൊരു ഹൈന്ദവ സുഹൃത്തുണ്ട്, അദ്ദേഹം ഞാൻ 2 നിലയുടെ വീടാ, അതിനൊക്കെ ഇപ്പൊ ഈ ഭൂമി ഉറപ്പുണ്ടോ? ഞാൻ പാതകം കയറുമ്പോ അലാക്കിന്റെ കുന്തുക്ക് ഈ ഭൂമി പോകുമോ? അപ്പൊ അദ്ദേഹം ഞാൻ പരിശോധിച്ചേക്കെ മണ്ണ് പരിശോധിച്ചാണ് ഈ ഭൂമി നല്ല ഉറപ്പുള്ള ഭൂമിയാ. ഒരു 2.5 അടി താത്തിയാൽ തന്നെ നല്ല ഉറപ്പുള്ള സ്ഥലം കിട്ടും. അധികമൊന്നും ഇവിടെ താത്തേണ്ടി വരില്ല. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല അങ്ങനെ വിളിക്കാൻ. പക്ഷെ നമ്മളീ പാടില്ല. അപ്പൊ നമ്മളെ ആ ജനൽ ഉണ്ടാക്കണം, വാതിൽ ഉണ്ടാക്കണം, ആശാനെ വിളിക്കാം. അത് അവന്റെ തൊഴിലാ, അതവൻ പഠിച്ചൊരു തൊഴിലാ. അതിലൊന്നും നമ്മളെ വിശ്വാസം മാറുന്നില്ല. അതെങ്ങനെ വാതിൽ കൂട്ടേണ്ടത്, എങ്ങനെ കട്ടില പൊടിപ്പിക്കേണ്ടത്, എങ്ങനെ ജനൽ പോലെ, അതോ എനിക്കറിയുന്ന വിഷയ. അത് അവന്റെ ഇൽമ, അത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമല്ല, അതൊരു പൊതുവിജ്ഞാന. നേരെ മറിച്ച് വീടിന് കുറ്റിയടിക്കുമ്പോ ഒരു ദൈവത്തെ സ്ഥാപിക്കുക, എന്നിട്ട് അവിടെ കുറെ ദേവന്മാരെ സ്ഥാപിക്കുക. ആ ദേവൻ നമുക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്, ആ ദേവനിൽ വിശ്വാസമില്ല, ആ ദേവൻ ഇഷ്ടപ്പെടാത്ത നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ വിശ്വാസത്തിനെതിരാ. ദേവന്മാരിൽ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല, അങ്ങനത്തെ ദേവിമാരിൽ നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള അടിസ്ഥാന വിശ്വാസം. പിന്നെ വാസ്തുശാസ്ത്രം തീരെ ശരിയല്ല എന്നല്ല, ഹൈന്ദവ വാസ്തുശാസ്ത്രം നമുക്ക് വിശ്വസിക്കാൻ പാടില്ല. ആധുനികപരമായ ഒരു വീടിന്റെ കിടപ്പ്, ഏത് ഭാഗം, റൂമിന്റെ അളവ്, എത്ര അടി താഴണം, മുകളിലേക്ക് വേണമെങ്കിൽ എത്ര അടി താഴണം, പിന്നെ ഭൂമി, നല്ല ഭൂമി, നല്ല ഫലവത്തായ ഭൂമി ഏതാണ്, വെള്ളമുള്ള ഭൂമി ഏതാണ്. ഇനി ഒന്നുകൂടി പറയാൻ ഞാൻ ഒറ്റക്കാൽ നല്ല റിയാള വീര്യ മഹാന്മാരുണ്ടാവും. ഈ പൊറ്റിച്ചെകുത്താന്മാർ അങ്ങനത്തെ ചെയ്ത്താന്മാരുണ്ട്. പൊറ്റി തിരിപ്പിക്കാനാണ് സാധാരണക്കാർ പറയുക, വഹാബുക്കാരുടെ ഭാഷയെ പറഞ്ഞാല് അല്ലേ? വഹാബു സാഹിന്റെ ഭാഷ പറഞ്ഞാൽ പൊറ്റി തിരിപ്പിക്കുക. അങ്ങനെ ഒരു ശൈത്താന്മാരുണ്ട്. അത് ചില ഭൂമിയിലുണ്ടാവും. അത് റിയാള വീതിയ ചില മഹാന്മാർ, റിയാള വീതിയ മഹാന്മാർക്ക് ഭൂമി കണ്ടാല് ആ ഭൂമിയിൽ പൈശാചികമായ വല്ല ഷെറുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് വെച്ച പൈശാചികമായ ഷെറുണ്ടായിരുന്ന ഭൂമിയാണോ എന്നൊക്കെ ഓൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഒരു കാര്യപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ അതിന് റിയാള വീതിയ ഈ ഭൂമി അത്ര സുഖം പോരാ, ഇവരെന്തൊക്കെയോ ഒരു അസ്വസ്ഥത കാണാൻ, നമുക്ക് ആ ഭൂമി ഒഴിവാക്കുക. ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. അത് റിയാള വീടുമ്പോൾ ചില മഹാന്മാർക്ക് ചില ഭൂമി കണ്ടാൽ, ചില വ്യക്തികളെ കണ്ടാൽ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം, ഉദാഹരണം പറയാം, മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ പാപ്പ, അള്ളാഹു താല അവരത്തെ ദറജേറ്റി കൊടുക്കുമാറാവട്ടെ. ബാപ്പുയിലിയർ പാപ്പാതെ എത്തി എത്ര ആൾക്കാർ ദിക്കറിന്റെ ഇജാസത്ത് വാങ്ങാൻ ചെന്നിക്കും ചിത്ത. പക്ഷെ ആ ബാപ്പുയിലിയർ പാപ്പ പലോൽക്കും കൊടുത്തിട്ടില്ല. ബാപ്പുയിലിയർ പാപ്പ ഇജാസത്ത് കൊടുക്കാത്ത പലോലും ഭാവിയിൽ പച്ച പേച്ചു പോയിട്ടുണ്ട്. കാരണം ബാപ്പുയിലിയർ പാപ്പ റിയാള വീട്ടിയ മഹാനാണ്. ഈ വ്യക്തിനെ കണ്ട ബാപ്പുയിലിയർ പാപ്പാക്കറിയാ, ഞാനിപ്പോ ഈ ദിക്രി ഇയാൾക്ക് ചെല്ലാൻ കൊടുത്തിട്ടില്ല, ഇയാളെ ഭാവിയിൽ ഈ ദിക്രി നിലനിർത്തൂല. അതുകൊണ്ട് ബാപ്പുയിലിയർ പാപ്പ ദിക്രി കൊടുക്കാത്ത എത്ര ആൾക്കാരുണ്ട്.
അതൊക്കെ മഹാന്മാരിൽ കഴിവാ. കൂട്ടത്തിൽ ബറക്കത്തിന് വേണ്ടി പറയട്ടെ, മഹാനായ കുന്തൂർ ഉസ്താദിന്റെ ഷെയ്ഖാന് ബാപ്പുലിയരിപ്പാപ്പ. കുന്തൂർ ഉസ്താദ് കരിങ്കപ്പാറ ഉസ്താദിന്റെ അടുത്ത് ഓതിയത്. പക്ഷെ എല്ലാ മുത്താലിമീങ്ങളെയും തെരീക്കത്ത് സ്വീകരിക്കാനും ദിക്റ് സ്വീകരിക്കാനും കരിങ്കപ്പാറ ഉസ്താദ് വിടൂല. കുന്തൂർ കാതോലിയോട് ഞാൻ കരിങ്കപ്പാറ ഉസ്താദിന്റെ ശൈലിയിലാ പറഞ്ഞ കാതോലിയ കാതരെ ഇജ് ബാപ്പുലിയരിപ്പാപ്പാടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള മുത്താലിമീങ്ങൾ പറഞ്ഞാച്ചില്ല. അങ്ങനെ ബാപ്പുലിയരിപ്പാപ്പാടെ തെർബിയത്തിൽ ജീവിച്ച മഹാനാണ് കുന്തൂർ ഉസ്താദ്. ഒരിക്കൽ കുന്തൂർ ഉസ്താദ് മഹാനായ ബാപ്പുലിയരിപ്പാപ്പാനെ കാണാൻ പോവുകയാണ്. കാണാൻ പോകുമ്പോ കാതോയിലേര് മഹാനായ കുന്തൂർ ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എങ്ങത്താ കാതോയിലേരെ എന്ന് ചോദിച്ച് അപ്പൊ ഓർമ്മയില്ലാതെ എന്തോ ഇതിന് ഒരു ബാപ്പുലിയർ പാപ്പാടെ കറാമത്ത് വെളിവാക്കാൻ കുന്തൂർ ഉസ്താദിന് തോന്നിയ ഞാന് ബാപ്പുക്കാന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ്. ബാപ്പുക്കാന്റെ അടുത്തേക്ക് ചാപ്പനങ്ങാൽ ഉസ്താദിന്റെ അടുത്തേക്ക് ബാപ്പുലിയർ പാപ്പാടെ അടുത്തേക്ക് പോകുമ്പോ കാതോയിലേരോട് ചോദിക്കാണ്. ഞാൻ മുപ്പത് ആ ശൈലിയിലാ പറഞ്ഞോ എങ്ങത്താ കാതോയിലേരെ ഞാൻ ബാപ്പുക്കാന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നാണ്. അങ്ങനെ കുന്തൂർ ഉസ്താദ് ബാപ്പുലിയരിപ്പാപ്പാന്റെ ഉമ്മത്തെത്തിയപ്പോ ബാപ്പുലിയരിപ്പാപ്പ ഉമ്മത്ത് നിൽക്കുന്നത് കാതർക്കാ കേറിയിരിക്കുന്നതാണ്. നോക്കി നിങ്ങള് എങ്ങനെ അവിടുന്ന് കുന്തൂർ ഉസ്താദ് പറഞ്ഞു ഞാൻ ബാപ്പുക്കാന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവരെത്തിയപ്പോ ബാപ്പുലിയരിപ്പാപ്പ പറയാ കാതർക്കാ കേറിയിരിക്കുന്നു. നോക്കി നിങ്ങള്. അപ്പൊ അങ്ങനെ മഹാന്മാർക്കറിയാം ചില വ്യക്തികളെ കണ്ടാൽ ഭൂമി കണ്ടാൽ ഈ ഭൂമി അതിന് പറ്റോ ഇല്ലേ അത് നമുക്ക് അംഗീകരിക്കാം. അത് അവർക്ക് അള്ളാഹു കൊടുത്തൊരു കഴിവാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഇനി നമ്മൾ ഫിഖിന്റെ അഖീദന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനത്തെ വീട്ടിലെ പ്രശ്നങ്ങൾ അതൊക്കെ രതിക്ക് വിശദീകരിച്ചാൽ ഒരു ഇഷ്കാലും ആ വിഷയത്തിൽ ഒരാൾക്കും വരില്ല. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് മറ്റൊരു വിഷയമുണ്ട്. എല്ലാവരും രാവിലെ ഈ സമയത്തുള്ള ശ്രോതാക്കളോടൊക്കെ ഞാൻ പറഞ്ഞ രാവിലെ ഇത് വരി ഒരു 6:35-40 ആകുമ്പോ KMIC വരി ഒരു 10-20 മിനിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഇഷ്കാലുകൾ തീർക്കാം, അന്ധവിശ്വാസങ്ങൾ ഒഴിവാക്കാം. അഖീദന്റെയും ഫിഖിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, എല്ലാവരും നമ്മളൊരു വീട് കയറ്റിയാൽ പിന്നെ അതൊരാൾക്ക് കാണിച്ചു കൊടുക്കരുത്. ഒരാൾക്ക് പിന്നെ അത് കാണിച്ചു കൊടുക്കണ്ട. ഇപ്പൊ എന്റെ അമ്മാക്കൊരു ചെറിയ സോക്കറൊക്കെ ഉണ്ടായി. അപ്പൊ ഞാനൊരു സ്ഥലത്ത് ചെന്ന് അപ്പൊ മുപ്പതാഞ്ഞ് വീടൊന്ന് കാണും. ഞാൻ പറഞ്ഞു ഇപ്പൊ ഏതായാലും എന്റെ വീട് ഇപ്പൊ ജ്യേഷ്ഠന്റെ വീട്ടിൽ ഞാൻ കാണിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞു. കാരണം ചിലപ്പോ ഞാൻ നല്ലൊരു കാര്യപ്പെട്ട ഉസ്താദിനെ കൊണ്ട് നോക്കിയിട്ടാണ് ജ്യേഷ്ഠന്റെ വീട് ശരിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ ഞാൻ ആ ഉസ്താദിനെ കൊണ്ട് ആ ഉസ്താദ് പറയാതെ ഇതിന്ന് മാറ്റാന്ന് പറഞ്ഞാൽ ഞാനത് മാറ്റാൻ നടക്കേണ്ടി വരും. അപ്പൊ പിന്നെ എന്റെ പെരക്കാർക്ക് ഇഷ്കാലാവും. ആ വൈക്കന്നെ ഞാൻ ചെന്ന് നോക്കിയില്ല. ഞാൻ പറഞ്ഞു നമുക്ക് തൽക്കാലം വേറെ വൈക്ക് നീങ്ങാനാണ്. അപ്പൊ അതുപോലെ നല്ല വശമാണ്. നമ്മളൊരു വീട് കയറ്റി ഒരു ഉസ്താദ്, നെല്ലിക്കൊത്ത് ഇസ്മായിൽ ഉസ്താദ്, വൈലത്തൂർ യൂസുഫുൽ ബുഖാരി തങ്ങൾ പാവ, അല്ലെങ്കിൽ നമ്മുടെ സയ്യിദ് സാലിഹ് തുറാബ് തങ്ങൾ, അല്ലെങ്കിൽ പാറക്കടവത്തേനെ ഒരു ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇച്ചം കൊടുത്തോളി അതിന്റെ വയ്യ ഇന്ന ഭാഗത്ത് കായ്ക്കായി അയിമാൻ ഉറപ്പിക്കുക കഴിഞ്ഞ്. ഇനി നമ്മൾ വേറെ ആള് വെക്കുമ്പോ ഞാൻ പാവ ഉറപ്പില്ല. ഇനി ഒരാളിന് ഏത് കൂത്തുൽ കുലൂബ് വന്നിട്ട് ഇന്നോട് പറഞ്ഞു നോക്കാൻ എന്റെ കിച്ചൻ ശരിയല്ലാന്ന് ഞാൻ അതത് സ്വീകരിക്കൂല. ഇനി അയിമ എന്ത് മല മറിഞ്ഞാലും ഞാൻ സഹിക്കാനും തയ്യാറാണ്. കാരണം ഞാൻ കാര്യപ്പെട്ട കേരളത്തിൽ അറിയപ്പെട്ട 2 വിദഗ്ധന്മാർ, ഒന്ന് ഇസ്മായിൽ ഉസ്താദ്, പാലക്കടവത്ത് ബാബ തങ്ങള്. നമ്മൾ നോക്കി അവര് പറഞ്ഞ സ്ഥലത്ത് ഇനി വേറെ ആര് പറഞ്ഞിട്ട് ഇവിടെ ശരിയല്ല എന്നാണ് അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നൂസിനൊന്നും കാണാനില്ല. വാസ്തുശാസ്ത്രം വന്നപ്പോ നൂസൊക്കെ അത് പറന്നിക്കണ് വഹാബക്ക. ഞാൻ ഏതായാലും നിർത്തിയാണ്. ആരെങ്കിലും മൈക്കയിലേക്ക് വരണം. ഞാൻ ഇപ്പൊ അതൊരു വിഷയമായി പറഞ്ഞതല്ല. അപ്പൊ ഭൂമിയുടെ കിടപ്പ്, ഭൂമിയിൽ നല്ല ഭൂമിയുണ്ട്, ഉറപ്പുള്ള ഭൂമിയുണ്ട്, മൃദുലമായ ഭൂമിയുണ്ട്. ഉറപ്പുള്ള ഭൂമി ആയിരിക്കണം നമ്മൾ പെര കയറ്റാന്. അപ്പൊ ആ ഭൂമി അറിയുന്നത് ഹൈന്ദവ സുഹൃത്താന് വിളിക്കാം, വാതിലുണ്ടാക്കാൻ വിളിക്കാം. ആധുനികപരമായ ശാസ്ത്രം, വാസ്തുശാസ്ത്രം സംബന്ധമായി ഒരുപാട് കിതാബുകൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാം കരസ്ഥമാക്കി നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. കാരണം അതൊക്കെ അപൂർവമായി ഏതൊക്കെയോ കുത്തുബ് ഖാനയിലാണ് അങ്ങനത്തെ കിതാബൊക്കെ ഉള്ളത്. അപ്പൊ അതൊന്നും വേണ്ടതുപോലെ നോക്കാൻ. എന്നാലും ആധികാരികമായിട്ട് പഠിച്ച ഉസ്താദുമാരൊക്കെ ചർച്ച ചെയ്ത് ഒരുപാട് ഹൈന്ദവ വാസ്തുശാസ്ത്രത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ഖൽബിനോട് യോജിക്കാത്ത പല വിശ്വാസങ്ങളും പല മൂലകളിലുമുണ്ട്. അല്ലാഹു തആല നല്ല വിശ്വാസം വരാനും ലാ ഇലാഹ ഇല്ലല്ലയിൽ ഉറച്ച് വിശ്വസിച്ച് മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഏതായാലും മൈക്ക് റിലീസ് ചെയ്യുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.